ആശാ വർക്കർമാരോട് ഏറ്റവും അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഞാനൊരു മഹിളാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എല്ലാ കാലത്തും ആശമാരോടൊപ്പം സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ തന്നെ. അവര് മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഏറ്റവും നന്നായി കേൾക്കുകയും ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. 1000 രൂപ ഓണറേറിയം വാങ്ങിയിരുന്ന അവർക്ക് ഇന്ന് 7000 രൂപയാക്കി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറേറിയമുള്ള ആശമാരായിട്ട് അവർ നിലനിൽക്കുന്നത് കേരള സർക്കാരിന്റെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ NRHM ഒക്കെ ആയിട്ട് ആരംഭിച്ച NHM പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആശാ പ്രവർത്തകർ വോളണ്ടിയേഴ്സ് ആയിട്ട് വരുന്നത്. ആ കേന്ദ്ര പദ്ധതി അവരെ വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ, സന്നദ്ധ സേവകർ എന്ന നിലയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അവർ ചെയ്യുന്ന ഓരോ സേവന പ്രവൃത്തിക്കും ഇൻസെന്റീവ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് ഈ ആശമാരെ സംബന്ധിച്ചുള്ള സങ്കല്പനം കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. കേരള ഗവൺമെന്റ് അതിന്റെ എല്ലാ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച ഒരു സാഹചര്യം തന്നെയാണ് ആശമാർക്ക് വേണ്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന 7000 രൂപ എന്നുള്ള നിലയിലേക്ക് അവർക്ക് ഓണറേറിയം നൽകാൻ തീരുമാനമെടുത്തതും കൊടുത്തതും. അതേ, അവര് കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനൊന്നുമില്ല. കേരള ഗവൺമെന്റിന്റെ ഈ ഒരു അനുഭാവപൂർണമായ സമീപനം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അവർ സർക്കാരിനെതിരെ ഈ സമരം കൊണ്ടുപോവാണ്. അത് ആദ്യം തുടക്കത്തിൽ SUCIയുടെ നേതൃത്വത്തിലുള്ള ഏതാനും ആശാപ്രവർത്തകരാണ് സമരം നടത്തിയിരുന്നത്. ഇപ്പോ BJP ആണ്, BMS ആണ് സമര നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു വിരോധാഭാസമാണ്. കാരണം BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക് വോളണ്ടിയേഴ്സായിട്ട് കടന്നു വന്നിട്ടുള്ള ആശമാര് കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെ തങ്ങളുടെ അവകാശം സംബന്ധിച്ച ഒരു ഡിമാൻഡും ഉന്നയിക്കുന്നില്ല. BMSന്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെന്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. BMS മാത്രമല്ല, നമ്മുടെ പ്രതിപക്ഷം അംഗങ്ങളൊക്കെ ഒന്നാകെ അവിടെ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു. മാത്രമല്ല, എല്ലാ ഇടതുവിരുദ്ധ ശക്തികളും കൂടി മഴവിൽ മുന്നണി രൂപീകരിച്ചുകൊണ്ട് അവിടെ ആ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവര് കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി, തങ്ങളുടെ റോൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി, ആരാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കട്ടെ. കേന്ദ്ര ഗവൺമെന്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്നല്ല അവർ ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം.